മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, നാളെ മാർച്ച് 19 വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ. ഈ സാൻ ജോസ് ഭവനത്തെ സംബന്ധിച്ച് ഇവിടെയുള്ളവർ തങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി നേരുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ യൗസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മളൊന്ന് ധ്യാനിച്ചെടുക്കുകയാണ്. യൗസേപ്പ് പിതാവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. നമ്മുടെ ജീവിതത്തോട് ഇത്രമാത്രം സാമ്യമുള്ള, നമ്മെപ്പോലെ സാധാരണയായിട്ട് ജീവിച്ച ഒരു വ്യക്തി, വലിയ അത്ഭുതങ്ങളോ ജീവിതത്തിൽ പറയത്തക്ക ഒരു കാര്യമോ ഒന്നും ചെയ്യാത്ത ഒരു സാധാരണ അപ്പൻ ജീവിച്ച് കടന്നു പോകുന്നത് പോലെ ജീവിച്ച ഒരു വ്യക്തിയാണ് യൗസേപ്പ് പിതാവ്. ഈ യൗസേപ്പ് പിതാവിനെ, ഇത്തരത്തിൽ സാധാരണക്കാരനായ ഒരു യൗസേപ്പിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ യൗസേപ്പ് പിതാവിനോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യൗസേപ്പിനെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ചു വളരാനുള്ള കൃപ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമേ എന്ന് ഈ നിമിഷം ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യൗസേപ്പ് എന്ന അപ്പനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ഒരു വ്യക്തി പലപ്പോഴും നമ്മുടെ അപ്പന്മാർ തന്നെയായിരിക്കും, അല്ലേ? അപ്പന്മാരായിരിക്കും. യൗസേപ്പിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്കും കടന്നു വന്നത് എൻ്റെ അപ്പനെക്കുറിച്ചുള്ള ചിന്തകളാണ്. അമ്മയെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാതോരാതെ പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പനെക്കുറിച്ചൊന്നും ഞാൻ പലയിടത്തും പറഞ്ഞിട്ടില്ല. കാരണം തിരുസഭയിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ കുറേ ഉള്ളത് കൊണ്ട് അമ്മയെക്കുറിച്ചൊക്കെ 1-2 സെൻറ്റൻസ് അവിടെയൊക്കെ പറയും. യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളിൽ മാത്രമാണ് അപ്പനെ നമുക്ക് ധ്യാനിക്കാനുള്ളൊരവസരം. ഇവിടെ കുറേ അപ്പന്മാരിരിപ്പുണ്ട്, അപ്പന്മാരാകാനുള്ളവരുണ്ട്. അതുകൊണ്ട് ഈ അപ്പന്മാർക്കൊക്കെ ഒരു മാതൃകയാണ് യൗസേപ്പ് പിതാവ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ സ്പീച്ച് ഒരുങ്ങുമ്പോൾ ഞാനും എൻ്റെ അപ്പനെക്കുറിച്ച് ഓർത്തു. യൗസേപ്പ് പിതാവിന് ഞാൻ നന്ദി പറയുകയാണ്, എൻ്റെ അപ്പനെക്കുറിച്ചൊക്കെ ഒന്ന് ഓർക്കാൻ അവസരം തന്നതിന്. തീർച്ചയായിട്ടും ഈ അപ്പനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ അപ്പന്മാർ കരയുമോ? ഈ അപ്പന്മാർക്ക് വേദനയുണ്ടോ? പലപ്പോഴും സഹിച്ച് നിശബ്ദമായി സ്നേഹിച്ച് കടന്നു പോകുന്ന അപ്പനെയൊക്കെ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അവരുടെ ജീവിതത്തെ നമ്മൾ വിസ്മരിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ പലപ്പോഴും ഉള്ളിലൊതുക്കി എല്ലാ വേദനകളും സഹിച്ച് ഇങ്ങനെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. പലപ്പോഴും സൂപ്പർ മാർക്കറ്റിലെ മാനേജറായിട്ടും അല്ലെങ്കിൽ ബാങ്കിലെ ATM കൗണ്ടറായിട്ടും മാത്രം അപ്പന്മാരെ നമ്മൾ ചിത്രീകരിച്ച് കടന്നു പോകുമ്പോൾ, എന്ന് പറഞ്ഞാൽ എന്താണ് സൂപ്പർ മാർക്കറ്റിലെ മാനേജർ? എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ അമ്മപ്പ എടുത്തു തരും. സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകതയാണ്, അല്ലേ? അപ്പ ഫോണ്, അപ്പ അല്ലേ? ATM കൗണ്ടർ എന്താണ്? അപ്പോൾ ഒരു 500 രൂപ ഇങ്ങ് തന്നെ, രാവിലെ ചോദിച്ചാൽ എല്ലാം എടുത്തു തരും. പക്ഷേ ഈ ATM കൗണ്ടറിലെ അല്ലെങ്കിൽ ബാങ്കിലെ ATM കൗണ്ടറായിട്ടും സൂപ്പർ മാർക്കറ്റിലെ മാനേജറൊക്കെയുമായിട്ട് മാത്രമായി ചിത്രീകരിച്ച് കടന്നു പോകുമ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ അപ്പനമ്മമാരുടെ അല്ലെങ്കിൽ അപ്പൻ്റെ ത്യാഗ ജീവിതത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ അപ്പനിലൂടെ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ നമുക്കൊന്ന് ധ്യാനിച്ചെടുക്കാം. ഈ സുവിശേഷത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന് പല വിശേഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഭാഗ്യപ്പെട്ട യൗസേപ്പ് എന്നല്ല കൊടുക്കുന്നത് സുവിശേഷത്തിൽ, മറിച്ച് നീതിമാനെന്ന്, തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകൻ എന്നൊക്കെ വലിയ വിശേഷണങ്ങൾ യൗസേപ്പ് പിതാവിനെ കുറിച്ച് കൊടുക്കുമ്പോൾ ഈ വണക്കമാസത്തിൽ കൊടുക്കുന്ന ഒരു വിശേഷണമുണ്ട്. അത് ഭാഗ്യപ്പെട്ട യൗസേപ്പ് എന്നുള്ളതാണ്. ഈ വണക്കമാസ പുസ്തകത്തിൽ, യൗസേപ്പിൻ്റെ വണക്കമാസ പുസ്തകത്തിൽ യൗസേപ്പിനെ കുറിച്ച് കൊടുക്കുന്ന നല്ല ഒരു വിശേഷണം, മനോഹരമായ ഒരു വിശേഷണം ഭാഗ്യപ്പെട്ട യൗസേപ്പ് എന്നുള്ളതാണ്. ആ ഒരു വിശേഷണത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. എപ്രകാരമാണ് യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം ഭാഗ്യപ്പെട്ടതായിട്ട് മാറിയത്? അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെയൊക്കെ അപ്പന്മാരൊക്കെ
ഭാഗ്യപ്പെട്ടവരായിട്ട് മാറുന്നത്. ഈ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെ ഒന്ന് ധ്യാനിച്ച് നോക്കിക്കേ. ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ യൗസേപ്പ് പിതാവ്, അല്ലേ? എന്നിട്ടും എന്തുകൊണ്ട് യൗസേപ്പ് പിതാവിനെ ഭാഗ്യപ്പെട്ടവനെന്ന് വിളിച്ചു? നമ്മുടെ നാട്ടിൽ നല്ല കാറുള്ള, നല്ല സമ്പത്തുള്ള, നല്ല മക്കളുള്ള ആൾക്കാരെയൊക്കെ, നല്ല കുടുംബങ്ങളുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഭാഗ്യപ്പെട്ടവരെന്ന് വിളിക്കും. ദരിദ്രരായവരെയോ, അല്ലെങ്കിൽ ഒരു നേരം വക കഞ്ഞി വെക്കാൻ ആളില്ലാത്തവരെയോ, അല്ലെങ്കിൽ കിടക്കാൻ ഒരു വീടില്ലാത്തവരെയൊക്കെ നമ്മൾ ഭാഗ്യപ്പെട്ടവരെന്ന് വിളിക്കുവോ? ഇല്ല. പക്ഷേ യൗസേപ്പ് പിതാവിനെ നമ്മൾ ഭാഗ്യപ്പെട്ടവനെന്ന് വിളിച്ചു. യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തി. ഏതോ ഒരു പാതിരാത്രിക്ക് ഗബ്രിയേൽ ദൂതൻ യൗസേപ്പ് പിതാവിൻ്റെ അടുത്ത് വന്ന്, ഒരു ചുറുചുറുക്കുള്ള യുവാവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, നീ കെട്ടാൻ പോകുന്ന ഭാര്യ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണ്. ആര് വിശ്വസിക്കും? അത്? ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, വിവാഹ ജീവിതത്തെക്കുറിച്ച് കുറേ സ്വപ്നങ്ങൾ നെയ്തെടുത്ത ചെറുപ്പക്കാരനോട് പാതിരാത്രിയിൽ ഒരു ദൂതൻ വന്ന് പറയുകയാ, നിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആർക്ക് കഴിയും? ഇന്ന് വീട്ടിൽ വന്നിട്ട് പറയുകയാണ്, മകൾ ഇന്ന് ഗർഭിണിയാകും പരിശുദ്ധാത്മാവിനാൽ. വിശ്വസിക്കുവോ നമ്മൾ ആരെങ്കിലും? ഇല്ല, വിശ്വസിക്കത്തില്ല. പക്ഷേ ഒന്നും പറയാതെ ആ യൗസേപ്പ് എന്ന ചെറുപ്പക്കാരൻ ആ ദൈവദൂതൻ്റെ വാക്കിൽ വിശ്വസിക്കുക മാത്രമല്ല, എന്നിട്ട് ആ മകനു വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ ഓടുകയാ. എന്താണ് ആ ജീവിതം മുഴുവൻ? യേശു ക്രിസ്തുവിന് വേണ്ടി അവൻ ഓടുകയാ. അവൻ്റെ ജീവിതത്തിൽ ഭാര്യയ്ക്ക് ഒരു ലേബർ റൂമും പോലും, പ്രസവിക്കാൻ ഒരിടം പോലും വയ്യാത്ത ഒരു ചെറുപ്പക്കാരനാണ് ഈ യൗസേപ്പ് പിതാവ് എന്ന് പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ ഭാര്യയ്ക്ക് വേണ്ടി സ്വന്തം നാടിനെ പോലും ഉപേക്ഷിച്ച കോമാളിയായിട്ടുള്ള ഒരു ഭർത്താവാണ് യൗസേപ്പ് എന്ന് പറയുന്നത്. തൻ്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ ഒരു ലേബർ റൂം പോലും ഒരുക്കാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഭർത്താവാണ് ഈ യൗസേപ്പ് എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് സ്വന്തമായിട്ട് നിലപാടോ എടുക്കാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ യൗസേപ്പ് പിതാവ്. എന്നിട്ടും യൗസേപ്പ് പിതാവിനെ ഈ വണക്കമാസ പുസ്തകത്തിൽ നമ്മളൊക്കെ വണങ്ങുന്നത് ഭാഗ്യപ്പെട്ട യൗസേപ്പ് എന്നാണ്. സ്നേഹം നിറഞ്ഞവരെ, അത് വലിയൊരു ചോദ്യമാണ്. ഇത്രമാത്രം വേദനകൾ തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ച യൗസേപ്പ് പിതാവ് എങ്ങനെ ഭാഗ്യപ്പെട്ടവനായി? അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗമുണ്ടല്ലോ, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നത് സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ചാണ്. ഈ സുവിശേഷ ഭാഗങ്ങളെ ധ്യാനിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, വിലപിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ക്രിസ്തുവിനു വേണ്ടി പീഡകൾ ഏറ്റെടുക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ജീവിതത്തിൽ വേദനകൾ, പ്രതിസന്ധികൾ തരണം ചെയ്യുന്നവരെ, ജീവിതത്തിൽ സങ്കടങ്ങൾ ഏറ്റെടുക്കുന്നവരെയൊക്കെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ഭാഗ്യപ്പെട്ടവനെന്ന്. ജീവിതത്തിൽ സഹനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങളൊക്കെ ഏറ്റെടുക്കുന്നവരെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ഭാഗ്യപ്പെട്ടവനെന്ന്. സുവിശേഷത്തിൻ്റെ ഏടുകളിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്രകാരം വേദന അനുഭവിച്ച, പ്രതിസന്ധി അനുഭവിച്ച ധാരാളം പേർ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്ന് ഭാഗ്യപ്പെട്ടവരായി മാറിയത് നമ്മൾ കാണും. സ്നേഹം നിറഞ്ഞവരെ, ഇത്തരണത്തിൽ നമ്മൾ യൗസേപ്പ് പിതാവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ യൗസേപ്പ് പിതാവ് ഭാഗ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളും വേദനകളും ഒക്കെ സന്തോഷത്തോടെ ഏറ്റെടുത്തത് കൊണ്ട് ബൈബിൾ യൗസേപ്പ് പിതാവിന് കൊടുത്ത പേര് ഭാഗ്യപ്പെട്ടവനെന്ന. നോക്കിക്കേ, യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലൂടെ ജീവിതത്തിൽ എന്നും കരഞ്ഞ ഒരു വ്യക്തി, സ്വന്തം ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി സ്വന്തം നാട് ഉപേക്ഷിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ വേദനകൾ മാത്രം തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത വ്യക്തി, ഈശോയ്ക്ക് വേണ്ടി സഹിച്ച ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിൻ്റെ വാക്ക് കേട്ട് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണെന്ന്, ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച ഒരു പോഴനായിട്ടുള്ള ഒരു ഭർത്താവ് യൗസേപ്പ് പിതാവ്. എന്നിട്ട് ആ വേദനകളുടെ മധ്യേ നമ്മൾ യൗസേപ്പ് പിതാവിനെ വിളിക്കുന്ന പേര് ഭാഗ്യപ്പെട്ടവനെന്നാ. ഇത്തരണത്തിൽ ചിന്തിക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവും നമ്മുടെ അപ്പന്മാരും ഒക്കെ ഭാഗ്യപ്പെട്ടവരാ. ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുത്ത് സന്തോഷത്തോടെ നിശബ്ദമായി സ്നേഹിച്ച് കടന്നു പോകുന്ന നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ ഭാഗ്യപ്പെട്ടവരാ. സ്നേഹം നിറഞ്ഞവരെ,
പണത്തിൻ്റെ പേരിൽ സൗന്ദര്യമില്ല എന്നും വിദ്യാഭ്യാസവും പണവും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇന്ന് മക്കൾ പേരൻസ് മീറ്റിങ്ങിന് മാതാപിതാക്കളെ കൊണ്ടുപോകുവാൻ മടിക്കുന്ന ഈ കാലത്ത് നമ്മളൊക്കെ ഓർക്കണം, നമുക്ക് വേണ്ടി തേഞ്ഞൊട്ടിയ ശരീരമാണ് നമ്മുടെ അപ്പനും അമ്മയ്ക്കുമുള്ളത്. നമുക്ക് വേണ്ടി അധ്വാനിച്ച് തഴമ്പിച്ച കരങ്ങളാണ് നമ്മുടെ അപ്പൻ്റെയും അമ്മയുടേതും. അതുകൊണ്ട് അവരെല്ലാവരും ഭാഗ്യം ചെന്നവരാണെന്നുള്ള ഒരു വസ്തുത യൗസേപ്പ് പിതാവ് നമ്മുടെ ജീവിതത്തിലൂടെ നൽകുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇത്തരണത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവ് ഭാഗ്യപ്പെട്ടവനായതുപോലെ നമ്മൾ ഓരോരുത്തരും ഭാഗ്യപ്പെട്ടവരാ. ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളിൽ ആരെങ്കിലും ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും കരയാത്തവരായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും വേദനകളെ കുറിച്ച് ഓർത്ത് വിങ്ങിയിട്ടില്ലാത്തവരായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലായിരിക്കും, അല്ലേ? ഒരു നിമിഷത്തിലെങ്കിലും തൻ്റെ ജീവിതത്തിൽ വേദന അനുഭവിക്കാത്ത, ജീവിതത്തിൽ ഒന്ന് വിങ്ങിപ്പൊട്ടാത്ത ഒരു മനുഷ്യർ പോലും ഇവിടെ ഇരിക്കുന്നുണ്ടാകത്തില്ല. ജീവിതത്തിൽ ഒന്നും ആയില്ല എന്നോർത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനിക്കുന്നവരല്ലേ നമ്മളിൽ പലരും. അല്ലെങ്കിൽ പുറത്തെ ചിരിയുടെ മറവിൽ ഉള്ളിൽ ദുഃഖിക്കുന്നവരല്ലേ നമ്മളിൽ പലരും. എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നോർത്ത് പരിഭവപ്പെടുന്നവരല്ലേ നമ്മളിൽ പലരും. ഒറ്റപ്പെട്ടു പോയി എന്നോർത്ത് സങ്കടപ്പെടുന്നവരല്ലേ നമ്മളിൽ പലരും. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ പീഡകൾ ഏറ്റെടുക്കുന്നവരല്ലേ നമ്മളിൽ പലരും. അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ചൂഷണം ചെയ്യുന്നവരും ചൂഷണം ചെയ്യപ്പെട്ടവരും പറ്റിക്കപ്പെടുന്നവരുമല്ലേ നമ്മളിൽ പലരും. അപ്പോൾ ഈ ഭാഗ്യപ്പെട്ട യൗസേപ്പ് പറഞ്ഞു തരികയാ, നിന്റെ വേദനകൾ ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് അവിടെ ഭാഗ്യപ്പെട്ടവരായി നമ്മൾ മാറും. ഇത്തരണത്തിൽ ജീവിതത്തിൽ വേദന അനുഭവിക്കുമ്പോൾ നമ്മൾ പിന്മാറരുത്. നമ്മൾ ഭാഗ്യം നിറഞ്ഞവരാ. ക്രിസ്തുവിൻ്റെ കണ്ണുകളിൽ, ബൈബിളിൻ്റെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ഭാഗ്യം ചെന്നവരാ. പ്രിയപ്പെട്ടവരെ, ഈ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ നമുക്ക് യൗസേപ്പ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്, ജീവിതത്തിൽ നീ കരയണം, ജീവിതത്തിൽ പ്രതിസന്ധി ഏറ്റെടുക്കണം, ജീവിതത്തിൽ വേദനകൾ നിനക്കുണ്ടാകണം, ജീവിതത്തിൽ പരിഭവങ്ങൾ നിനക്കുണ്ടാകണം. പക്ഷേ അതെല്ലാം നിന്റെ നാശത്തിനു വേണ്ടിയല്ല, നിന്റെ ജീവിതത്തിൽ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതം ഭാഗ്യം നിറഞ്ഞതാകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലെ പരിഭവങ്ങളും വേദനകളും പ്രതിസന്ധികളുമെന്ന് കർത്താവ് സുവിശേഷത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരികയാ. സ്നേഹം നിറഞ്ഞവരെ, ഈ തിരുനാളിൽ യൗസേപ്പ് പിതാവ് നമുക്ക് നൽകുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, നിനക്കും എന്നെ പോലെ ക്രിസ്തുവിനു വേണ്ടി ജീവിക്കാൻ തയ്യാറാണോ? ക്രിസ്തുവിനു വേണ്ടി വേദനകൾ, പീഡനങ്ങൾ, സഹനങ്ങൾ നീ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ടോ? അപ്പോൾ നീയും ഭാഗ്യപ്പെട്ടവനായി മാറുമെന്നുള്ളത് തന്നെയാണ്. യൗസേപ്പ് പിതാവ് നല്ല അപ്പനായി ജീവിച്ചു എന്നുള്ളതാണ്. നല്ല അപ്പനായിട്ട് ജീവിച്ചു, പിതൃഹൃദയമുള്ള നല്ല അപ്പനായി ജീവിച്ചു എന്നുള്ളതാണ്. നമുക്കും ആ ഒരു പിതൃഹൃദയം നമുക്കും ഏറ്റെടുക്കാം. എപ്രകാരമാണ് യൗസേപ്പ് പിതാവ് നല്ല അപ്പനായി മാറിയത്? 3 കാര്യങ്ങളാണ് യൗസേപ്പ് പിതാവ് ചെയ്തത്. തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടെ നിർവഹിച്ചു. തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടുകൂടി ജീവിച്ചു എന്നുള്ളതാണ് യൗസേപ്പ് പിതാവ് ചെയ്തത്. ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും നിറവേറ്റാം. രണ്ടാമതായിട്ട് യൗസേപ്പ് പിതാവ് നല്ല അധ്വാനിയായിരുന്നു എന്നുള്ളതാണ്, അല്ലേ? ജീവിതത്തിൽ നല്ല അധ്വാനിയായിരുന്നു യൗസേപ്പ് പിതാവ്. അപ്പനാകാൻ വേണ്ടി നല്ല അധ്വാനിയായിരുന്നു. നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അധ്വാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാം. മൂന്നാമതായിട്ട് ദൈവഹിതം മാത്രം അനുവർത്തിച്ച് പോയി എന്നുള്ളതാണ്. ദൈവഹിതം മാത്രം ജീവിതത്തിൽ അനുവർത്തിച്ചു എന്നുള്ളതാണ് യൗസേപ്പ് പിതാവിൻ്റെ 3ാമത്തെ ഗുണം എന്ന് പറയുന്നത്. നമ്മുടെയും ജീവിതത്തിൽ നാം കടന്നു പോകുമ്പോൾ ദൈവഹിതം അനുവർത്തിച്ച് മുന്നോട്ട് പോകാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഈ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളിൽ യൗസേപ്പ് നൽകുന്ന നല്ലൊരു സന്ദേശം, നമ്മളെല്ലാവരും ഭാഗ്യം ചെന്നവരാ. കാരണം നമ്മുടെയും ജീവിതത്തിൽ സഹനങ്ങളുണ്ട്, കുറവുകളുണ്ട്, വേദനകളുണ്ട്. അവിടെ പരിഭവപ്പെടാതെ അതെല്ലാം കർത്താവിനോട് ചേർത്ത് നമ്മൾ വയ്ക്കുമ്പോൾ നമ്മളും ജീവിതത്തിൽ യൗസേപ്പിനെ പോലെ നമ്മളും ഭാഗ്യപ്പെട്ടവരായി മാറും. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അധ്വാനങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കും ദൈവഹിത പ്രകാരം മുന്നോട്ട് പോകാം. അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെയും ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.